പ്രപഞ്ചശില്പിയായ ദൈവം സ്നേഹം കൊണ്ട് നമ്മെ ചുംബിക്കുന്ന രാവാണ് ക്രിസ്തുമസ്. നമ്മെ ഓരോരുത്തരെയും കാണാൻ, കേൾക്കാൻ, നമ്മുടെ സുഖദുഃഖ അനുഭവങ്ങളിൽ പങ്കുചേരാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമാണ് ഈശോയുടെ മനുഷ്യാവതാരം. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചം വീശുന്നു. ജീവിതത്തിൽ തകർച്ചയുടെ നീർച്ചുഴികൾ ഉണ്ടായേക്കാം. അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ ദൗത്യം. ജീവിതത്തിൽ നിരാശയുടെ കാർമേഘം പടരുമ്പോൾ ദൈവം നമുക്ക് കൂട്ടിനുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്തുമസും. ആരുമില്ലാത്തവർക്ക്, ഹൃദയം തകർന്നവർക്ക്, നിരാശയിൽ നിബദിച്ചവർക്ക്, പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നവർക്ക്, സമൂഹത്തിൻ്റെ പരിഹാസങ്ങൾക്ക് പാത്രമായി പിന്നാമ്പുറങ്ങളിൽ കഴിയുന്നവർക്ക്, കത്തിജ്വലിക്കുന്ന വിളക്കായി ലോകരക്ഷകന് വഴിയൊരുക്കാൻ വന്ന സ്നാപകന്റെ ജനനം വലിയ പ്രത്യാശ നൽകുന്നു. ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ അസാധ്യം എന്നൊരു വാക്കില്ല. ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ കാര്യമാണ് സക്കറിയായ്ക്കും എലിസബത്തിനും ഒരു കുഞ്ഞുണ്ടാകുക എന്നത്. ദൈവിക ഇടപെടലാൽ അതും സംഭവിച്ചു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എന്തും അവിടുന്ന് സാധ്യമാക്കി തരും. ദൈവത്തിൻ്റെ കാരുണ്യമായ യോഹന്നാൻ്റെ ജനനം ബന്ധുജനങ്ങൾക്ക് സന്തോഷം നൽകുന്നു. മാതാപിതാക്കൾക്ക് ആനന്ദവും സന്തുഷ്ടിയും. മക്കളില്ലാത്തതിൻ്റെ വേദനയും സമൂഹത്തിൻ്റെ അവഗണനയും പരിഹാസവുമെല്ലാം സഹിച്ചിരുന്ന ഈ വൃദ്ധ ദമ്പതികളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ കുഞ്ഞു ജനിക്കുന്നത്. മാതാപിതാക്കൾ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ജന്മം കൊടുക്കുന്ന മക്കൾ മറ്റുള്ളവർക്ക് ആനന്ദവും ആശ്വാസവും പകരും. ദൈവവചനം അവിശ്വസിച്ചതുകൊണ്ട് മൂകനായി തീർന്ന സക്കറിയ എഴുത്തുപലകയിൽ യോഹന്നാൻ എന്ന പേരെഴുതിയ ക്ഷണത്തിൽ അവൻ്റെ വായി തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കാതെ നമ്മുടെ തന്നെ ചിന്തകൾക്ക് വഴിപ്പെട്ട് നാം വെട്ടുന്ന വഴികളിലൂടെ നടന്നാൽ നാം ബന്ധനത്തിലായിരിക്കും, അടിമത്തത്തിലായിരിക്കും, അസ്വസ്ഥതയിലായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ തിരുമനസ്സിന് നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ആനന്ദഭരിതമായ ഹൃദയവും സ്വതന്ത്രമായ നാവും നമുക്ക് ലഭിക്കും. മക്കളെക്കുറിച്ചുള്ള പദ്ധതി അന്വേഷിച്ചറിഞ്ഞ് അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ മാതാപിതാക്കൾ സന്തോഷിക്കുന്നു. രക്ഷകന്റെ അമ്മയുടെ സന്ദർശന വേളയിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ യോഹന്നാൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നോ? ഒന്നാമതായി സമചിത്തത. ദുഃഖങ്ങളിൽ അമിതമായി വേദനിക്കാതെ, സന്തോഷങ്ങളിൽ അതിരുവിട്ട് സന്തോഷിക്കാതെ സമചിത്തനായിരുന്നു യോഹന്നാൻ. രണ്ടാമതായി നിർഭയനായിരുന്നു. അതിനാലാണല്ലോ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായ അവൻ തലപോകുന്ന കാര്യമാണെന്നറിഞ്ഞിട്ടും ഹേറോദേസ് രാജാവിൻ്റെ കുറ്റം മുഖത്തു നോക്കി വിളിച്ചു പറഞ്ഞത്. മൂന്നാമതായി എളിമയും ലാളിത്യവുമുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞത്. അഹങ്കാരം നമ്മെ കൃത്രിമ മനുഷ്യരാക്കുമ്പോൾ എളിമ നമ്മെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആത്മാവിൽ നിറഞ്ഞ സ്നാപകനെ പോലെ സമചിത്തതയോടെ, ആരെയും ഭയപ്പെടാതെ, എളിമയും ലാളിത്യവും മുഖമുദ്രയാക്കി യഥാർത്ഥ മനുഷ്യരായി ജീവിച്ചുകൊണ്ട് തിരുപ്പിറവിക്കായി നമുക്കൊരുങ്ങാം.